ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അതിനുള്ള റവയെല്ലാം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടാ, പക്ഷേ എനിക്ക് ഡെയിലി വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് മുടങ്ങാണ്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്കങ്ങനെ യൂട്യൂബിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞു തന്നാൽ കുറേ കൂടി ഉപകാരമായിരിക്കും കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഉപ്മാവെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വേഗം കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കും കേട്ടോ. അത് വേറെ തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ഇത് പഴം കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ മോളെല്ലാം എഴുന്നേൽക്കുന്നതിന് മുന്നേ ഉള്ള പാത്രമെല്ലാം കഴുകി അലക്കെല്ലാം കഴിഞ്ഞു കേട്ടോ. അലക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മോൻ എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അവൻ കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. ഞായറാഴ്ച അവന് അമ്പലത്തിൽ ക്ലാസ് ഉണ്ട്, 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൻ ക്ലാസ്സിന് പോകാൻ റെഡിയായി പോവാണ് കേട്ടോ. അവന് ബായി എല്ലാം കൊടുത്ത് അകത്ത് വന്നപ്പോഴത്തേക്കും മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇല്ലേ രാവിലെ തന്നെ എഴുന്നേൽക്കുന്നു, ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ ഞങ്ങൾ കുളിച്ച് ഫുഡെല്ലാം കഴിച്ചു. ആമിക്കുട്ടി ഫുഡെല്ലാം ഒറ്റക്ക് തന്നെയാണ് കേട്ടോ കൂടുതലും കഴിക്കുക. അപ്പോൾ കഴിക്കാത്ത ദിവസം മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് വാരി കൊടുക്കുള്ളൂ. അതിൻ്റെ അകത്ത് അപ്പോൾ ഉപ്മാവിലുള്ള കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളെല്ലാം അവൾ തന്നെ പെറുക്കി എനിക്ക് തരുവാണ് കേട്ടോ. അതെല്ലാം അവൾ തന്നെ പെറുക്കി തരും. പിന്നെ ഞാൻ കുറച്ച് പെറുക്കി കൊടുത്ത് ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോൾ ആമിക്കുട്ടി ഫുഡ് കഴിക്കട്ടെ. ഞാനവിടെ ഫോൺ വെച്ചത് കാണുമ്പോൾ കണ്ടതുകൊണ്ട് അവളിങ്ങനെ ഓരോ ആക്ഷൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആയും ഉമ്മയെല്ലാം തരുന്നുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ അംഗൻവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. ഒന്ന് അംഗൻവാടി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ആദ്യം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്ന് താഴേന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവളുടെ കൂടെ ഇങ്ങനെ അവളും കൂടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ചു കേട്ടോ. അംഗൻവാടിയിലെല്ലാം പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതിവിടെ മക്കൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ഞാനപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം എല്ലാവർക്കും ഓൾറെഡി അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഗാർലിക്ക്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീൻസ്, മറ്റേ ഗ്രീൻ പീസ്, ക്യാരറ്റ്, സവാള ഇതെല്ലാം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം അധികം കൂടിപ്പോകാൻ പാടില്ല. നമ്മൾ റൈസ് ഉപ്പിട്ടിട്ടാണ് കേട്ടോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് നമുക്ക് അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ സോയ സോസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ല, നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ചില്ലി പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്കൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കൈമ റൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. റൈസ് അധികം വെന്ത് പോകാണ്ട് നോക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിന് എടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സോസെല്ലാം എല്ലായിടത്തും എത്തുന്ന വിധം മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും നെയ്യും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അതൊരു വേറെ തന്നെ ഫ്ലേവറാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം റെഡിയായി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇതാ ആമിക്കുട്ടി താഴേന്ന് കളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ശനിയും ഞായറും ഇങ്ങനെ കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവരോട് ഇറങ്ങി കളിക്കും കേട്ടോ. ബാക്കിയുള്ള ദിവസം ഫുൾ ടൈം കൂടുതലും മുകളിൽ തന്നെ ആയിരിക്കും, റൂമിൽ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ ഒന്ന് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ശനിയും ഞായറുമല്ല ഇവരുടെ കൂടെ തന്നെ നടക്കും കേട്ടോ.
കുട്ടികളെല്ലാം വരുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നടന്നോളും. മോനും മോൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് കളിക്കും കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇവളെ പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട്, അവൻ്റെ കൂടെയും പോയി കളിക്കും. അപ്പോൾ അങ്ങനെ ഇവർ വൈകുന്നേരം കളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് പോയി വീഡിയോ എടുത്തതാണ്. അതാ ആമിക്കുട്ടി ബോളെല്ലാം അടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയി വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ടാണ് നീ കളി വരുന്നില്ല പോവില്ല. ആ പോള് പോള് ഞാൻ ത്രൂ ചെയ്തു കളിക്കാൻ